സ്റ്റാർലിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ അതെങ്ങനെ കണക്ഷൻ എടുക്കാൻ പറ്റും എന്നുള്ളതാണ് പലപ്പോഴും പലരും ചോദിച്ച ചോദ്യങ്ങൾ. ഇപ്പം നിലവിൽ ഈ സ്റ്റാർലിങ്ങിൻ്റെ കറൻലി സിറ്റുവേഷൻ എന്താണെന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത് സംസാരിക്കാൻ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അറിയണമെന്നുള്ള വലിയ ആഗ്രഹം ഉണ്ടാകുമെന്നുള്ളത് അറിയുന്നത് കൊണ്ട് തന്നെ ഇന്ത്യ രാജ്യത്ത് പുതിയൊരു റെവല്യൂഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടാൻ ഏറെ സാധ്യതയുള്ള, അഥവാ ജിയോയുടെ മറ്റൊരു വശമായിട്ട്, മറ്റൊരു പകർപ്പായിട്ട് ഈ ഒരു സ്റ്റാർലിങ്ക് മാറാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. ഇന്ത്യയിൽ സ്റ്റാർലിങ്ക് കിറ്റ് ലഭിക്കുന്നതിന് കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. അത് നിയമപരമായ അനുമതികൾ ഉണ്ടാകണം, അഥവാ സ്റ്റാർലിങ്ങിന് ഇന്ത്യയിൽ പ്രവർത്തിക്കാനുള്ള അന്തിമ അനുമതി ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതൊരു പ്രധാന ചുവടുവെപ്പാണെങ്കിൽ പോലും വ്യാപാരാടിസ്ഥാനം അഥവാ വാണിജ്യാടിസ്ഥാനത്തിൽ സേവനങ്ങൾ ആരംഭിക്കുന്നതിന്, അതേപോലെ തന്നെ ആ ഒരു സ്റ്റെപ്പ് എടുക്കുന്നതിന് മുമ്പായിട്ട് ട്രയൽ സ്പെക്ട്രം ലഭിക്കുന്നതും, അതേപോലെ ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ് അഥവാ ഡോട്ട് നിശ്ചയിച്ച സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനും കമ്പനി തയ്യാറാകേണ്ടതുണ്ട്. കമ്പനിയുടെ ആ ഒരു എഗ്രിമെൻറ്റ് കാര്യങ്ങളൊക്കെ നടന്നു വരുന്നേ ഉള്ളൂ. റിപ്പോർട്ടുകൾ അനുസരിച്ച് നമുക്ക് ഏറെ പ്രതീക്ഷിക്കാൻ പറ്റിയ ഒരു ഡേറ്റ് വരുന്നത് 2025 അവസാനം അഥവാ ഡിസംബറിലോ അതല്ല 2026 മാർച്ചിന് മുമ്പോ മാത്രമായിരിക്കും സ്റ്റാർലിങ്ങിൻ്റെ സേവനങ്ങൾ വാണിജ്യ അടിസ്ഥാനത്തിൽ ഇവിടെ സാധ്യമാകുകയുള്ളൂ എന്നുള്ളതാണ് ഔദ്യോഗികമായിട്ട് നമുക്ക് കിട്ടിയ വിവരങ്ങളൊക്കെയും. അതുപോലെ തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പം പ്രീ ഓർഡർ ലഭിക്കുമോ, പ്രീ ഓർഡർ കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ളതും കൂടി ചോദ്യത്തിലുണ്ടായിരുന്നു. പ്രീ ഓർഡർ കൊടുക്കേണ്ടതില്ല എന്നതാണ് അധിക ആളുകളുടെയും അഭിപ്രായങ്ങൾ. കാരണം നേരത്തെ ഒരു പൈസ വാങ്ങിക്കുകയും അത് അവസാനം ആ പൈസ തിരിച്ചു കൊടുക്കുകയും ചെയ്ത ഒരു ചരിത്രം സ്റ്റാർലിങ്ങിനുണ്ടായിരുന്നു. അത് നമ്മുടെ ട്രായുടെ അണ്ടറിലാണ് പൈസ കൊടുത്തതുകൊണ്ട് തന്നെ ആ ടീം മുഴുവനായിട്ട് പൈസ ആരൊക്കെയാണോ കൊടുത്തത് അവർക്കൊക്കെ തിരിച്ച് അവരുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയും അങ്ങനെ ആ ഒരു അവസ്ഥയിലേക്ക് പോകില്ല എങ്കിൽ പോലും നമ്മൾ ആദ്യം തന്നെ ബുക്ക് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഓഫറോ കാര്യങ്ങളോ ഈ ഒരു കമ്പനി പ്രഖ്യാപിച്ചിട്ടില്ല. മാത്രമല്ല ഇപ്പം നിലവിൽ സ്റ്റാർലിങ്ങിൻ്റെ ട്രയൽ റണ്ണാണ് നടത്താൻ ഇപ്പോൾ അനുമതി കൊടുത്തിട്ടുള്ളത്. അത് തന്നെ ഏതാനും ചില ഭാഗങ്ങളിൽ മാത്രമാണ് ട്രയൽ റൺ നടത്താൻ വേണ്ടി ഇന്ത്യൻ ഗവൺമെൻറ് അനുവദിച്ചിട്ടുള്ളത്. അതിനുശേഷം മാത്രമായിരിക്കും ഒരു വാണിജ്യ അടിസ്ഥാനത്തിലേക്ക് ഈ സ്റ്റാർലിങ്ങിൻ്റെ സാറ്റലൈറ്റ് സംവിധാനമായിട്ട് ഉപയോഗപ്പെടുത്തി ഇൻ്റർനെറ്റ് ലഭ്യമാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നിലവിൽ കിറ്റ് ലഭ്യമാകേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിയിട്ടില്ല. ലഭ്യമാകുന്ന മുറക്ക് നമുക്ക് ഈ ചാനലിലൂടെ തന്നെ ഞാനടക്കമുള്ള ആളുകൾ ഈ ഒരു കണക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ ഈ അപ്ഡേഷൻ ഞാൻ പ്രത്യേകം വീക്ഷിക്കുന്നുണ്ട്. അത് നിങ്ങളിലേക്ക് എത്തിക്കാനും ആഗ്രഹിക്കുകയാണ്. സ്റ്റാർലിങ്ക് ഓൾറെഡി ട്രയൽ റണ്ണിൻ്റെ ഒരു പാകപ്പെടൽ മാത്രമാണ് ഇപ്പം സംഭവിച്ചിട്ടുള്ളത്. ഇനി ഓരോ കാര്യങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തിട്ട് വേണം വാണിജ്യ അടിസ്ഥാനത്തിലേക്ക് കൊണ്ടുവരാൻ എന്നുള്ളതാണ് ഔദ്യോഗികമായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ കണക്ഷൻ ഇപ്പോൾ കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ കിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ആകത്തുക നമുക്ക് പറയാൻ പറ്റിയത്. എവിടെയാണ് ഇപ്പോൾ സ്റ്റാറ്റസ് എന്നുള്ളത് വീഡിയോയിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ട്രയൽ റണ്ണിൻ്റെ ഭാഗമാണെന്നുള്ളത് പുതിയ വീഡിയോയിൽ നമുക്ക് കാണാം. ഈ ഫോളോ അപ്പ് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ഫോളോ അപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക, കഴിയുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും സുഖമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് ഓൾ ദ ബെസ്റ്റ്. ഗുഡ്.